Welcome to CET 281 Building Construction and Structural Systems, Module 3, Part 1. രണ്ട് മൊഡ്യൂള് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ് ഈ സെഷനിൽ. ആദ്യത്തെ രണ്ട് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം സിമെൻറ്റിനെ പറ്റി പഠിച്ചു, പിന്നെ കോൺക്രീറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതർ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടും അതർ സ്ട്രക്ചറൽ മെമ്പേഴ്സിനെ പറ്റിയിട്ടുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് സെഷനിൽ റൂഫിംഗ് ആൻഡ് ഫ്ലോറിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നോർമലി നമുക്ക് എന്താണ് റൂഫ്, എന്താണ് ഫ്ലോറ്, ഇതൊക്കെ നോർമൽ ഒരു മനുഷ്യൻ, ഒരു കോമൺ മാന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ടേംസിൽ ഇതിനെ എങ്ങനെ നമ്മൾ കാണും, ഇതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എന്താണ് ഒരു ഫ്ലോറും ഫ്ലോറിങ്ങും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നോർമലി ഒരു ഫ്ലോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോറാണ് അല്ലേ, ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോർ, ബേസ്മെന്റ് ഫ്ലോർ, അത് നമ്മൾ നിലകളാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം ഫ്ലോറ് എന്ന് പറയുന്ന ബേസ് ആയിട്ട്, അതായത് നമ്മൾ മേലെ കാണുന്ന ഈ ടൈൽസും ഗ്രാനൈറ്റും അതേപോലെയുള്ള നമ്മൾ ഓർണമെന്റൽ വർക്ക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനത്തിനെ നമ്മൾ പറയുന്നത് ഫ്ലോറിങ് എന്നാണ്. അതിൻ്റെ താഴെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്ട്രക്ചറൽ മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഗ്രൗണ്ട് ലെവലിന്, നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ളതാണെങ്കിൽ നമ്മളതിനെ ബേസ്മെന്റ് ഫ്ലോർ എന്ന് പറയും. ഗ്രൗണ്ട് ലെവലിലുള്ളതിനെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയും. അതിന് മേലെയുള്ളത് ഓരോന്നും ഏതാണോ നിലകൾ അതിനനുസരിച്ച് ഫസ്റ്റിലുള്ളത് ഫസ്റ്റ് ഫ്ലോർ, ദെൻ സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഈ പറയുന്ന ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെങ്ത് കൂടിയ, നമുക്ക് ബിൽഡിങ്ങിന് എത്ര ലോഡ് വരുന്നോ അതിന് ബേസ് ആയിട്ടുള്ള, അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഡിസൈനിങ് ആണ് നടക്കുക. ഇപ്പം നോർമലി കോൺക്രീറ്റ് ഫ്ലോർസ് കൊടുക്കുന്നതുണ്ട്, ടിമ്പർ ഫ്ലോർസ് കൊടുക്കുന്നതുണ്ട്, പ്രീകാസ്റ്റ് ഫ്ലോർസ് കൊടുക്കുന്നതുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ടൈപ്പ്, അതായത് നോർമൽ എർത്ത്, റാം ചെയ്ത എർത്ത്, നമ്മൾ മണ്ണിനെ കൊണ്ട് ഉപയോഗിച്ചിട്ട് മാത്രം കൊടുക്കുന്ന ഫ്ലോറുകളുണ്ട്. ടൈൽസ് ഇന്റർലോക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഫ്ലോർസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഫ്ലോറിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ആണ്. ഫ്ലോർസ് അല്ല, ഫ്ലോറിംഗ് മെറ്റീരിയൽസ്. അപ്പൊ എന്താണ് ഫ്ലോറ്, എന്താണ് ഫ്ലോറിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണാം. നെക്സ്റ്റ് ഉള്ളത് ഫ്ലോർ കവറിങ്സ്, അതായത് ഫ്ലോറിങ്. അതിനെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ ഫ്ലോർ കവറിങ്സ് ഓർ ഫ്ലോറിങ് നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടണം അല്ലേ, നമുക്കൊരു വൃത്തിയാണെന്ന് തോന്നണം. അതേപോലെ സൗണ്ട് പ്രൂഫിങ്, നമ്മളിപ്പം ഉള്ളില് പിന്നെ ഫർണിച്ചേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട്, ഫ്ലോറിങ് ഒന്നും ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല? സൗണ്ട് പ്രൂഫിങ്ങോ അല്ലെങ്കിൽ ഡാമ്പ് പ്രൂഫിങ്ങോ, നമുക്ക് വെറ്റ്നെസ് ഉള്ളിലേക്ക് കടക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള, വെള്ളം എന്നും കെട്ടിക്കിടക്കുന്ന വയൽ പോലെയുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ വെള്ളം എന്ത് ചെയ്യും? മേലേക്ക് കാപ്പിലറി ആക്ഷൻ വഴി കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കാപ്പിലറി ആക്ഷൻ വഴി കയറി വരുന്ന ഡാംപ്നെസ് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ റൂം കണ്ടീഷനെ എഫക്റ്റ് ചെയ്യുകയും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യത്തെ റിവേഴ്സായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്ലോറിങ് മെറ്റീരിയൽസ് എന്തായിരിക്കണം? എപ്പോഴും ഡാമ്പ് പ്രൂഫ് ആയിരിക്കണം. അതേപോലെ തന്നെ സൗണ്ട് പ്രൂഫും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് എപ്പിയറൻസ് നല്ലതായിരിക്കണം, ക്ലീൻലിനെസ് ഉണ്ടാവണം, സൗണ്ട് പ്രൂഫിങ് നമുക്ക് കിട്ടണം, ഡാമ്പ് പ്രൂഫിങ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോറിങ് കൊടുക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോറിങ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ മഡ് ഫ്ലോറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്നതാണ്. മണ്ണിൻ്റെ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മണ്ണ് കുഴച്ച്
അത് ലെവൽ ചെയ്ത് റാം ചെയ്തിട്ട്, അതായത് അടിച്ച് പരത്തിയിട്ട്, പണ്ട് ഈ മൺതല്ലി, അതായത് നമ്മൾ ഈ അടിച്ച് പരത്തുന്ന സാധനങ്ങളൊക്കെ പഴയ വീടുകളിലൊക്കെ കാണാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഫ്ലോർ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അടിച്ച് പരത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അടിച്ച് പരത്തിയ നിലത്തിന്റെ മേലെ ഈ ചാണകം മെഴുകും, കണ്ടിട്ടില്ലേ പഴയ വീടുകളിലൊക്കെ? അങ്ങനെയാണ് പഴയ വീടുകളുടെയൊക്കെ ഫ്ലോറിങ് ചെയ്തിരുന്നത്. ഇതിന്റെ ഏറ്റവും ഉള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോസ്റ്റ് വളരെ കുറവാണ്, രണ്ടാമത് ഇത് നന്നായിട്ട് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് എപ്പോഴും വെതർ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഈ പറയുന്ന എർത്ത് ഫില്ല് ചെയ്ത റൂംസിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് സെയിം മഡ് ഫ്ലോറിങ് തന്നെ ചെയ്യാം, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വെച്ചിട്ട് മഡ് ഫ്ലോറിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻസിൽ. അപ്പോൾ ഇതാണ് മഡ് ഫ്ലോറിങ് വരുന്നത്. പിന്നെ ഉള്ളത് സ്റ്റോൺ ഫ്ലോർ കവറിങ്. സ്റ്റോൺ ഫ്ലോർ കവറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സ്റ്റോൺസ്, നോർമലി നമ്മൾ ഈ കടപ്പയില്ലേ, കടപ്പ എന്ന് പറയുന്ന സ്റ്റോണ് കരിങ്കല്ലിൻ്റെ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി, അതായത് ഒരു ടൈൽ പീസ് പോലെ റെഡിയാക്കി കഴിഞ്ഞ സ്റ്റോൺ പീസസ് വെച്ചിട്ട് നമ്മൾ ഫ്ലോർ കവർ ചെയ്യും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം എപ്പോഴും കൂളായിരിക്കും, കാരണം നാച്ചുറൽ ആണ്, അതുകൊണ്ട് തന്നെ റൂം എപ്പോഴും കൂളായിരിക്കും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ, ലേയിങ് ഓപ്പറേഷൻ കുറച്ച് ടീഡിയസ് ആണ്, കാരണം ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ച് വർക്ക്മാൻഷിപ്പ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ സ്റ്റോൺ ഫ്ലോർ കവറിങ് ഇപ്പം കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇത് നോർമലി നല്ല ഹാർഡായിട്ടുള്ള സർഫസ് വേണ്ട സ്ഥലങ്ങളിലൊക്കെയാണ് ഈ സ്റ്റോൺ ഫ്ലോർ കവറിങ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ മുറ്റമൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റോൺ ഫ്ലോർ കവറിങ് ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് യൂസിങ്. ഈ ഏത് ഫ്ലോർ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ള സ്ലോപ്പ് വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. എന്നാലും മാത്രമേ ഇൻ കേസ് നമുക്കത് വാഷ് ചെയ്ത് കളയുമ്പോഴൊക്കെ വെള്ളം ഏത് സൈഡിലേക്കാണോ ഡ്രെയിനേജ് ഉള്ളത് ആ സൈഡിലേക്ക് പോയി കിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ബ്രിക്ക് ഫ്ലോർ കവറിങ്. ബ്രിക്ക് ഫ്ലോർ കവറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ഏരിയാസ്, അതായത് നല്ല ലോഡ് വരുന്ന ഷെഡ്സ്, സ്റ്റോർസ്, ഗോഡൗൺസ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ബ്രിക്ക് സ്റ്റോൺസ് വെച്ചിട്ട് നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കുറവാണ്, നോൺ സ്ലിപ്പറി ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യാം, ഡ്യൂറബിൾ ആൻഡ് ഹാർഡാണ്. ഒറ്റ ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ, ഇതിൻ്റെ മുകളിൽ വെള്ളം വീണ് കഴിഞ്ഞാലും എന്ത് ലിക്വിഡ് വീണ് കഴിഞ്ഞാലും ഇത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് പിന്നെ വെള്ളം കളയാൻ വേറൊരു ഓപ്ഷൻസ് ഒന്നും നമുക്കുണ്ടാവില്ല. ഇത് നോർമലി നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ പറയുന്ന ബ്രിക്ക് ഫ്ലോറിങ് ചെയ്യുന്നത്. പിന്നെയുള്ളത് കോൺക്രീറ്റ് ഫ്ലോർ കവറിങ്. പണ്ട് കാലത്തെ വീടുകളിൽ, അതായത് ഇപ്പം മഡ് കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഒരു ഓടിട്ട് കുറച്ചൊരു മീഡിയം ലെവലിലുള്ള വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കോൺക്രീറ്റ് ഫ്ലോറിങ്. അപ്പോൾ കോൺക്രീറ്റ് ഫ്ലോറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോൺക്രീറ്റ് വെച്ച് തറ കംപ്ലീറ്റ്, ബേസ്മെന്റ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യും. ആ ഫില്ല് ചെയ്തതിന് ശേഷം, ബേസ് ഫില്ല് ചെയ്തതിന് ശേഷം മേലെ ഫിനിഷ് ചെയ്യും. ഫിനിഷ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? പോളിഷ് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്ന് കോസ്റ്റ് കുറവാണ്, ഒന്ന് ഡ്യൂറബിൾ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എങ്ങനെ വൃത്തിയാക്കി എടുക്കാനും ഒക്കെ സാധിക്കും ഈ കോൺക്രീറ്റ് ഫ്ലോർ കവറിങ് വെച്ചിട്ട്. ഒന്ന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നോർമൽ, നമ്മൾ എന്തായാലും കോൺക്രീറ്റിൻ്റെ ബേസ് ഏത് ഫ്ലോറിങ് കൊടുക്കുന്നതിനും നമുക്ക് അടിയിൽ എന്ത് കൊടുക്കണം? കോൺക്രീറ്റിൻ്റെ ബേസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ഫിനിഷിംഗ് വർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അത് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും, വെയറിംഗ് ഒക്കെ കുറവായിരിക്കും. പിന്നെന്താണ്, മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ഒരുവിധം എല്ലാ പഴയ ഓഫീസ് ബിൽഡിങ്ങും ഒക്കെ ഏതിലാണ് ചെയ്തിരിക്കുന്നത്? കോൺക്രീറ്റ് ഫ്ലോർ കവറിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസിൽ വരുന്നത് ഒന്ന് ഗ്രൗണ്ട് പ്രിപ്പറേഷൻ, ദെൻ ഫോർമേഷൻ ഓഫ് ബേസ് കോഴ്സ്, ലേയിങ് ഓഫ് ടോപ്പ് കോൺക്രീറ്റ്, ലേയിങ് ഓഫ് വെയറിംഗ് കോട്ട്, പിന്നെ ഫിനിഷിങ്. അതിൻ്റെ മേലെ എന്ത് ചെയ്യണം? ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യണം. ഇതാണ് കോൺക്രീറ്റ് ഫ്ലോർ കവറിങ്ങിൽ വരുന്നത്. അപ്പം ഫയർ റെസിസ്റ്റൻ്റ് ആണ്, എക്കണോമിക്കലാണ്, പിന്നെ
അതായത് എങ്ങനെയാണ് ഇതിനെ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത്? നമുക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ അറിയാത്ത പണിക്കാർ വന്നിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ കോൺക്രീറ്റ് ഫ്ലോറിന് വരുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള ഒരു ഫെയിലിയറോ കാര്യങ്ങളോ കോൺക്രീറ്റ് ഫ്ലോറിന് വരുന്നില്ല. അപ്പം പക്ഷെ എന്തെങ്കിലും ഒരു പൊട്ടലോ കാര്യങ്ങളോ ഒരു കുഴിയോ ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യാം. പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റില്ല? അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പാച്ച് വർക്ക് പോലെ അതിനെ കാണാനുണ്ടാവും. അപ്പം സൗണ്ടിനും ഹീറ്റിനും എല്ലാം പുവർ ഇൻസുലേഷൻ ആണ്. അതായത് ഹീറ്റ് എത്രത്തോളം കടന്നു വരുന്നുണ്ടോ അതൊക്കെ അതിനെ കടത്തി വിടുകയും റൂമിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഈ ഇതിന് കോൺക്രീറ്റിന്റെ ഒരു പെക്യുലിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കാരണം സിമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഹീറ്റിനെ പുറത്തേക്ക് വിടും. അതുകൊണ്ട് റൂം ടെമ്പറേച്ചർ എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാൻ ഈ പറയുന്ന സണ്ണി വെതറൊക്കെ ഉള്ള സമയത്ത് സാധ്യതയുണ്ട്. പിന്നെയുള്ളത് മൊസൈക്ക് ഫ്ലോർ കവറിംഗ് ആണ്. മൊസൈക്ക് ഫ്ലോർ കവറിംഗ് പണ്ട് കാലത്ത് ഒരു മീഡിയം ലെവൽ കോൺക്രീറ്റ് വീടുകളിൽ, ആദ്യകാലത്ത് വന്ന കോൺക്രീറ്റ് വീടുകളിലൊക്കെ നമ്മൾ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തതാണ് മൊസൈക്ക് ഫ്ലോർ കവറിങ്. ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഫസ്റ്റ് നമ്മൾ കോൺക്രീറ്റ് ബേസ് ലെയർ കൊടുക്കും. ബേസ് ലെയർ കൊടുത്തതിന് ശേഷം ആ ബേസ് ലെയറിൽ തന്നെ നമ്മൾ മാർബിൾ പൗഡറൊക്കെ യൂസ് ചെയ്യും. അതിനുശേഷം അതിനൊരു ഫിനിഷിംഗ് കവർ കൊടുക്കും. ഈ ഫിനിഷിംഗ് കവറിനകത്ത് ഐദർ നമ്മൾ കളേർഡ് ആയിട്ടുള്ള സിമെന്റ് യൂസ് ചെയ്യും, അതായത് വൈറ്റ് സിമെന്റ് പോലെയുള്ള സിമെന്റ് യൂസ് ചെയ്യും. ഇനി ഏതെങ്കിലും കളർ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ കളറുള്ള സിമെന്റ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് മാർബിൾ ചിപ്സ് നമ്മൾ ഒരു സർട്ടൻ സൈസിലുള്ള മാർബിൾ ചിപ്സ്, അതായത് 2mm to 6mm സൈസിലുള്ള സീവ് സൈസിൽ കൂടെ പാസ് ചെയ്യാത്ത ചിപ്സ് എടുത്തിട്ട് ഈ പറയുന്ന കളേർഡ് സിമെന്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് എന്ത് ഫില്ല് ചെയ്യുക? ടോപ്പ് ഫിനിഷിംഗ് ലെയർ ആയിട്ട് കൊടുക്കുക. ഈ ടോപ്പ് ഫിനിഷിംഗ് ലെയർ ഉള്ള സാധനം നമ്മൾ പ്യൂമിസ് സ്റ്റോൺ വെച്ചിട്ട് മെക്കാനിക്കലി ഓർ ബൈ ഹാൻഡ് എന്ത് ചെയ്യും? പോളിഷ് ചെയ്യും. അത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും പണ്ട് കാലത്തെ വീടുകളിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെ മാർബിള് പോളിഷ് ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടില്ലേ? അതേപോലെ അതിൻ്റെ താഴെയുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു കല്ല് കണ്ടിട്ടുണ്ടാവും, പോളിഷിങ് ഒരു സ്റ്റോണ്. ആ സ്റ്റോണ് പോലത്തെ സ്റ്റോൺ ഉണ്ടാവും. ആ സ്റ്റോണ് വെച്ചിട്ട് പണിക്കാർ ഇരുന്നിട്ട് ഇത് തയ്ച്ച് ലെവലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ പോളിഷിങ് വർക്കായിട്ട് വരിക. അപ്പം ഇപ്പം പണ്ട് കാലത്ത് നിങ്ങളിപ്പോൾ ഉള്ള എല്ലാ ഓഫീസ് ബിൽഡിങ്ങുകളും, നിങ്ങൾ കോളേജസ് അതേപോലെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന സ്ഥലത്തൊക്കെ കുറച്ച് മുന്നേ കൺസ്ട്രക്ട് ചെയ്തത്, അവിടെയൊക്കെ ഫ്ലോറിംഗ് ആയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? മൊസൈക്ക് ഫ്ലോർ കവറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ടെറാസോ ഫ്ലോർ കവറിംഗ് ആണ്. ഈ ടെറാസോ ഫ്ലോർ കവറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് എന്താണ് മൊസൈക്ക് ഫ്ലോർ കവറിംഗ് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിലാണ് വ്യത്യാസം. നമ്മൾ ആദ്യം ഈ പറയുന്ന സിമെന്റ് ആൻഡ് മാർബിൾ ചിപ്സ് അഗ്രിഗേറ്റ് ആയിട്ട് ഇട്ടിട്ട് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് ഈ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിനകത്ത് അതിൻ്റെ മേലെ ഒരു ലെയർ സാൻഡിൻ്റെ ഒരു ലെയർ കൊടുക്കും. ചെറിയ തിൻ ലെയർ സാൻഡിൻ്റെ ഒരു ലെയർ കൊടുക്കും. അതിൻ്റെ മേലെ ടാർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യും. അതിൻ്റെ മേലെയാണ് നമ്മൾ ഫിനിഷിംഗ് ലെയർ ആയിട്ടുള്ള കളേർഡ് സിമെന്റ് പ്ലസ് മാർബിൾ ചിപ്സ് ഉള്ള ഈ പറയുന്ന ഫിനിഷിംഗ് ലെയർ കൊടുക്കുന്നത്. അത് എന്നിട്ട് നമ്മൾ കാർബറണ്ടം, അതായത് സ്റ്റോൺസ് നേരത്തെ നമ്മൾ പ്യൂമിസ് സ്റ്റോൺസ് വെച്ചിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്തതെങ്കിൽ ഇതിനകത്ത് നമ്മൾ വേറെ ടൈപ്പ് സ്റ്റോൺസ് വെച്ചിട്ട്, അതായത് കാർബറണ്ടം സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്, അതായത് പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടെറാസോ ഫ്ലോറിങ്ങും മൊസൈക്ക് ഫ്ലോറിങ്ങും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഉള്ളത് ടിംബർ ഫ്ലോർ കവറിംഗ് ആണ്. ടിംബർ ഫ്ലോർ കവറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡസ്റ്റ് ടൈപ്പാണ്. പിന്നെ നമ്മൾ പഴയ വീടുകളിൽ, മച്ചിട്ട വീടുകളിലൊക്കെ നില എന്തായിരിക്കും? ടിംബർ ആയിരിക്കും അല്ലേ? ആ ടിംബർ ഫ്ലോർ കവറിങ് നമ്മൾ ഇപ്പോൾ എടുക്കാണ്ടിരിക്കാൻ കാരണം എന്താണ്? അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. കാരണം ഡ്യൂറബിൾ ആയിട്ടുള്ള മരം എടുത്തിട്ട് നമ്മൾ ഫ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് ആവും. പക്ഷെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത വുഡാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്യൂറബിൾ ആണ്. നോർമലി നമ്മൾ ബാക്കിയുള്ള ഫ്ലോറുകൾ ചെയ്യുന്നതിനേക്കാളും ഡ്യൂറബിൾ ആയിരിക്കും ടിംബർ കറക്റ്റ് ട്രീറ്റ് ചെയ്ത് ഡ്യൂറബിൾ ആയിട്ടുള്ള മരം കൊണ്ട് ചെയ്ത ഫ്ലോറിങ്സ്. അപ്പം ഒന്ന് നാച്ചുറൽ ബ്യൂട്ടിയാണ്,
ഒന്ന് ഹീറ്റിനെ തെർമൽ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് റൂമിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ മെയിൻലി അവരെ വാൾസും ഫ്ലോറും ഒക്കെ എന്തായിരിക്കും, വുഡൺ ആയിരിക്കും, ഇൻ ഓർഡർ ടു റെസിസ്റ്റ് ദ വിന്റർ കണ്ടീഷൻ. അവിടെ മോസ്റ്റ് വിന്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയുള്ള കൺസ്ട്രക്ഷനാണ്, ഈ വുഡ് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷനാണ് കൂടുതലായിട്ട് ഉള്ളത്. അത് ബേസിക്കലി എന്തിനാണ്, നമ്മളെ ഹ്യൂമൻ കംഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സ്ട്രിപ്പായിട്ട്, അതായത് നമ്മൾ ഈ മില്ലുകളിൽ നിന്നൊക്കെ മുറിഞ്ഞു വീഴുന്ന ചെറിയ ചെറിയ സ്ട്രിപ്സ് മാത്രം എടുത്ത് അത് പോളിഷ് ചെയ്തിട്ട് ആ സ്ട്രിപ്സ് മാത്രം വെച്ചിട്ട് ഫ്ലോർ ചെയ്യുന്നതുണ്ട്. അതല്ലാണ്ട് പ്ലാങ്ക്ഡ് ഫ്ലോർ ഉണ്ട്, അതായത് വലിയ ഷീറ്റ് മരത്തിൻ്റെ പലക കൊണ്ടുവന്നിട്ട് പോളിഷ് ചെയ്ത് അതേപോലെ നമ്മൾ ടൈലി വെക്കുന്ന പോലെ വെക്കുന്നതുണ്ട്. അതല്ലെങ്കിൽ വുഡൻ ബ്ലോക്കായിട്ട് പ്ലേസ് ചെയ്യുന്നതുണ്ട്. അത് കൂടുതൽ തെർമൽ ഇൻസുലേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ബ്ലോക്കായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാർക്വെറ്റ് ടൈപ്പ്, അതായത് നമ്മൾ ഈ എന്താ പറയുക, വിരിക്കയില്ലേ, നേരിയ ഷീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ട് വിരിക്കുന്ന ടൈപ്പിലുള്ള ടൈപ്പും ടിമ്പർ ഫ്ലോറിങ് അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടെർമൈറ്റ് അറ്റാക്ക് നമ്മൾ ഇതിനെ നോക്കേണ്ടി വരും. അതേപോലെ ഡാംപ്നെസ് വന്നു കഴിഞ്ഞാലും ഇത് എളുപ്പത്തിൽ ചീത്തയായി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡാമ്പ് ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഈ പറയുന്ന ടിമ്പർ ഫ്ലോറിങ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. പിന്നെ ഉള്ളത് ടൈൽഡ് ഫ്ലോർ കവറിങ്. നോർമലി നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ് ടൈൽഡ് ഫ്ലോർ കവറിങ്. അതിൽ ടൈൽസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. നോർമൽ നമ്മളൊരു കോൺക്രീറ്റ് ബേസ് കൊടുക്കും, അതിൻ്റെ മേലെ ഒരു ഫിനിഷിംഗ് മോട്ടാർ ലെയർ കൊടുക്കും, അതിൻ്റെ മേലെയാണ് ആര് ഫിറ്റ് ചെയ്യുന്നത്, ടൈൽസിനെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം എക്കണോമിക്കൽ ആയിട്ടുള്ളതാണ്, ക്ലീൻ ആയിട്ടുള്ളതാണ്, നമുക്ക് ക്ലീൻ ചെയ്യാനാണ്, ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അവൈലബിലിറ്റി ഒരുപാടുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും എന്താണ്, ടൈൽഡ് ഫ്ലോർ കവറിങ് ആണ്. പിന്നെ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ഡാം റെസിസ്റ്റൻ്റ്, അതായത് ഡാം പ്രൂഫാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്, ടൈൽഡ് ഫ്ലോർ കവറിങ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മാർബിൾ ഫ്ലോർ കവറിങ്. മാർബിൾ നാച്ചുറൽ സ്റ്റോൺ ആണ്. അപ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആകുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്നെസ് അതിനുണ്ടായിരിക്കും. അപ്പം അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ അതിനെ പോളിഷ് ചെയ്യുന്നു. പോളിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മെക്കാനിക്കൽ മെഷീൻസ് വെച്ചിട്ടാണ് ഇതിനെ പോളിഷ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പം ഹാർഡാണ്, ഡ്യൂറബിൾ ആണ്, നല്ല എസ്തെറ്റിക് അപ്പിയറൻസ് തരുന്നുണ്ട്, പക്ഷേ കോസ്റ്റ്ലി ആണ്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഇതെന്താവും, ചിലപ്പം ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ലിക്വിഡൊക്കെ ചായയൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും, അബ്സോർബ് ചെയ്യും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മാർബിൾ നമുക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടാകുമ്പം ഈ പറയുന്ന പോലെ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫെയ്ഡായിട്ട് ഇത് ഒരു വൃത്തികേടായിട്ട് കാണാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഉള്ളത് ഗ്രാനൈറ്റ് ഫ്ലോർ കവറിങ്, സെയിം ആസ് മാർബിൾ ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പോളിഷ്ഡ് ആയിരിക്കും. അപ്പോൾ എക്സ്ട്രാ പോളിഷിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാർബിൾ പോളിഷ് ചെയ്യുന്ന പോലെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. കാരണം പോളിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ് വരിക. മാർബിളിനേക്കാളും കുറച്ചുകൂടി ഹാർഡാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന ഗ്രാനൈറ്റ് സ്ലാബ്സ് വരുന്നത്. നെക്സ്റ്റ് ഉള്ളത് റബ്ബർ ഫ്ലോർ കവറിംഗ് ആണ്. റബ്ബർ ഫ്ലോർ കവറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ പിന്നെ ഉള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റബ്ബർ ഫ്ലോറിംഗ് ഉപയോഗിക്കുന്നത്. ഇത് വെറും റബ്ബർ വെച്ചിട്ടല്ല, കോട്ടൺ ഫൈബർ, ഗ്രാനുലേറ്റഡ് കോർക്ക് ഓർ ആസ്ബറ്റോസ് ഫൈബർ, പിന്നെ നമുക്ക് എന്തെങ്കിലും കളറിംഗ് പിഗ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ റബ്ബർ ഫ്ലോർ കവറിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 to 10 mm തിക്നെസ്സിലുള്ള ടൈൽസ് അല്ലെങ്കിൽ ഷീറ്റ് പോലെയുള്ള സാധനമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം കുറേ ഡിസൈൻസിലും പാറ്റേൺസിലും എല്ലാം അവൈലബിൾ ആണ്. ആദ്യം നമ്മളിത് ബേസ് എന്തായാലും കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അതിന് മേലെ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഇത് അഡ്ഹസീവ്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്.
പിന്നെയുള്ളത് ലിനോലിയം ഫ്ലോർ കവറിംഗ് ആണ്. ഇത് നമുക്ക് വുഡൻ ഓർ കോൺക്രീറ്റ് ഫ്ലോറിൻ്റെ മേലെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ലിനോലിയം ഫ്ലോർ കവറിങ്. ഇത് അതായത് റെസിൻസ്, മിക്സ്ചർ ഓഫ് റെസിൻസ്, ലിൻസീഡ് ഓയിൽസ്, ഗംസ്, പിഗ്മെന്റ്സ്, വുഡ് ഫ്ലോർ, കോർക്ക് ഡസ്റ്റ് ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ് ഇതെല്ലാം കൂടി ഫില്ല് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ലിനോലിയം ഫ്ലോർ കവറിങ്. അതായത് റോൾ ആയിട്ടാണ് കിട്ടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് പല ഈ ഷോപ്സിൻ്റെ ഒക്കെ ഫ്ലോറ് നമുക്ക് എക്കണോമിക്കലായിട്ട് നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലിനോലിയം. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2 to 6 mm ആണ്. ഇത് പേസ്റ്റഡ് ഓവർ, അതായത് ലെവല് ചെയ്ത് റെഡിയാക്കി വെച്ച, ഇപ്പൊ പഴയ ഒരു ടൈൽ ഫ്ലോറൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അത് ഫെയ്ഡ് ആയിട്ടുണ്ട്, വൃത്തികേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ ജസ്റ്റ് അഡ്ഹസീവ്സ് യൂസ് ചെയ്തിട്ട് ഈ ലിനോലിയത്തിന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി, ഫ്ലോറ് നല്ല ഭംഗിയാക്കി ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ വേണ്ടി സാധിക്കും. പിന്നെയുള്ളത് ഗ്ലാസ് ഫ്ലോർ കവറിങ്. ഇത് വളരെ റെയറായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ഈ ചൈനയിലൊക്കെ നിങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗ്ലാസ് ഫ്ലോർ കവറിങ് യൂസ് ചെയ്യുന്നില്ല. നോർമലി പിന്നെ നമുക്കിപ്പം ഒരു ബേസ്മെന്റിൽ, അതായത് താഴെ എന്തെങ്കിലും ഷോ ആയിട്ടുള്ള സംതിങ് ലൈക്ക് ഒരു പോണ്ടോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോറിനകത്ത് ഒരു എക്സ്പോസ്ഡ് ഏരിയ വെച്ചിട്ട് അതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും, ഗ്ലാസ് ഫ്ലോർ കവറിങ്സ് കൊടുക്കും. അപ്പം ഫ്രെയിംസിലായിരിക്കും ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ വളരെ റെയറായിട്ട് മാത്രമേ ഈ ഫ്ലോർസ് നോർമലി യൂസ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ തിക്നെസ് ഓഫ് ദ ഗ്ലാസ് എന്തായിരിക്കും, 10 mm to 30 mm തിക്നെസ്സിലുള്ള ഗ്ലാസ്സുകളായിരിക്കും ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് ഓർ PVC ഫ്ലോർ കവറിങ്. അതായത് പ്ലാസ്റ്റിക് ടൈൽസ് PVC വെച്ചിട്ട് ഉണ്ടാക്കിയ ഫ്ലോറിംഗ് മെറ്റീരിയൽ ആണ്. എക്കണോമിക്കലാണ്. നമുക്ക് കോൺക്രീറ്റ് ഫ്ലോർസിന്റെ മേലെയും എവിടെ വേണമെങ്കിലും, ഫ്ലാറ്റ് ആയിട്ടുള്ള എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് വുഡൻ ഫ്ലോറിന്റെ മേലെ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉള്ളത് കൊണ്ട് വുഡൻ ഫ്ലോർസിന്റെ മേലെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സാധാരണ ഈ ഓഫീസസ്, പിന്നെ ഹോസ്പിറ്റൽസ്, ഷോപ്സ് പോലെയുള്ള സ്ഥലത്താണ് ഈ PVC ഫ്ലോർ കവറിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഫ്ലോറിങ്ങിന്റെ ടൈപ്സ് വന്നത്. അത് നോർമലി കാണുന്ന സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് റൂഫ് ആൻഡ് റൂഫ് കവറിങ്സ്. ഇതില് റൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റൂഫ് വേറെയാണ്, റൂഫ് കവറിങ് വേറെയാണ്. റൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കോൺക്രീറ്റ് റൂഫ് വരുന്നുണ്ട്, നമ്മൾ ഓടിട്ട വീടുകൾ വരുന്നുണ്ട് അല്ലേ, പിന്നെ ട്രസ്ഡ് റൂഫിങ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പം ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഒരു ഷെഡൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക, ട്രസ് ചെയ്തിട്ടാണ് ഉണ്ടാകുക അല്ലേ. അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ആസ്ബസ്റ്റോസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗാൽവനൈസ്ഡ് അയണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അലൂമിനിയം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതാണ് നമ്മൾ റൂഫായിട്ട് വരുന്നത്. എന്താണോ റൂഫിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് റൂഫ്. അപ്പം ഈ റൂഫിൻ്റെ മെറ്റീരിയൽസ്, റൂഫിങ്ങിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. റൂഫായിട്ട് യൂസ് ചെയ്യുന്നത് നോർമലി കോൺക്രീറ്റ് റൂഫ്, പിന്നെ അതേപോലെ തന്നെ താച്ച്ഡ് ആയിട്ടുള്ള റൂഫ്സ്, പിന്നെ വരുന്നത് നമ്മൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള റൂഫ്. ഇങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂഫ്സ് വരുന്നുണ്ട്. അതിന് മേലെ യൂസ് ചെയ്യുന്ന കവറിങ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, റൂഫ് കവറിങ്സ്. അപ്പം ഐഡിയൽ റൂഫ് എങ്ങനെയായിരിക്കണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി സ്ട്രക്ചറലി സൗണ്ട് ആൻഡ് സ്ട്രോങ്, വാട്ടർ പ്രൂഫ് വിത്ത് ഗുഡ് ഡ്രെയിനേജ്, പ്രൊട്ടക്ട് ഫ്രം സൺ, റെയിൻ ആൻഡ് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ്, ആഡിക്വേറ്റ് തെർമൽ ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ, ഫയർ റെസിസ്റ്റൻറ്റ്. നമ്മൾ എന്തൊക്കെയാണോ പിന്നെ ഫ്ലോറിൻ്റെ കേസിൽ പറഞ്ഞത് സെയിം തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. കാരണം ചിലതിൻ്റെ ഫ്ലോർ ആയിരിക്കും താഴത്തതിൻ്റെ റൂഫായിട്ട് വരിക. അപ്പം ഇത് സ്ട്രക്ചറലി എന്തായിരിക്കണം, നല്ല സൗണ്ട് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, വാട്ടർ പ്രൂഫ് ആയിരിക്കണം, ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കൊടുത്തിരിക്കണം, പിന്നെ തെർമൽ ഇൻസുലേഷൻ നിർബന്ധമാണ്, അതേപോലെ സൗണ്ട് ഇൻസുലേഷൻ നിർബന്ധമാണ്, അതേപോലെ തന്നെ ഫയർ റെസിസ്റ്റൻറ്റ് ആയിരിക്കണം.
അപ്പോൾ ഫസ്റ്റ് പിച്ച്ഡ് റൂഫ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ നോക്കുന്നത്. പിച്ച്ഡ് റൂഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫ്സ് ആണ്. അപ്പം അതിനകത്ത് വരുന്നത് താച്ച്, ഫസ്റ്റ് വൺ താച്ച് റൂഫിംഗ് മെറ്റീരിയൽ, ദെൻ വുഡ് ഷിംഗിൾസ്. താച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഓല മേഞ്ഞത് അല്ലെങ്കിൽ വൈക്കോല് മേഞ്ഞ വീടുകൾ കണ്ടിട്ടില്ലേ, അതാണ് ശരിക്കും താച്ച് വീട്, താച്ച്ഡ് ആയിട്ടുള്ള ഹൗസസ്. അതായത് മെയ്ഡപ്പ് ഓഫ് സ്ട്രോ ആയിരിക്കും, നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, കമ്പസ്റ്റബിൾ ആണ്, നമുക്ക് സസ്റ്റൈനബിൾ ആണ്. പക്ഷേ നമുക്ക് എന്താണ്, നല്ല മഴ വരുന്ന സമയത്ത്, നല്ല കാറ്റ് വരുന്ന സമയത്തൊക്കെ ഇത് പോവാൻ ചാൻസ് ഉണ്ട്, ഇത് പറന്നു പോവും. അല്ലെങ്കിൽ കുറച്ച് ഇതൊന്ന് പൊടിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനിടയിൽ കൂടെ വെള്ളം ഉള്ളിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒന്ന് എക്കണോമിക്കലി നല്ല വയബിളാണ്, സസ്റ്റൈനബിൾ ആണ്, യാതൊരുവിധ പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമുക്ക് വെതറിങ് ആക്ഷനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കില്ല. പിന്നെയുള്ളത് വുഡ് ഷിംഗിൾസ് ആണ്. വുഡ് ഷിംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺഡ് ആയിട്ടുള്ള വുഡിന്റെ ഷീറ്റ്സ് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പം അത് നമ്മളെ നാട്ടിൽ അത്ര കോമൺ അല്ല, പക്ഷെ ഫോറിനിലൊക്കെ പുറത്തൊക്കെ നന്നായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടൈൽസ് വെക്കുന്നത് പോലെ തന്നെ സിമിലർ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഷിംഗിൾസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം അവൈലബിൾ ആണ്. അത് പക്ഷെ വുഡ് ഷിംഗിൾസ് അല്ല, അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഷിംഗിൾസ് ആണ്. അത് വുഡ് ഷിംഗിൾസ് പോലെ തന്നെയാണ് വരുന്നത്, ചെറിയ പീസസ്. നമുക്ക് ടൈൽസിന്റെ നമുക്ക് ഏകദേശം ഈ സൈസിലുള്ള ചെറിയ പീസസ് ആയിട്ടാണ് വരിക. അത് ടൈൽസ് വെക്കുന്നത് പോലെ തന്നെയാണ് വെക്കുക. അതിനൊരു ബേസ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം, അതിന് മേലെ ടൈൽസ് വെക്കുന്ന പോലെ ഫിറ്റ് ചെയ്തിട്ടാണ് ഈ ഷിംഗിൾസും ഫിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡിസ്കസ് ചെയ്തത് വുഡ് ഷിംഗിൾസ് ആണ്. ദെൻ ആസ്ബസ്റ്റോസ് സിമന്റ് ഷീറ്റ്, AC ഷീറ്റ്സ്. AC ഷീറ്റ്സ് നിങ്ങൾ നോർമലി കാണുന്നതാണ്. അപ്പോൾ ഇത് 15% ഓഫ് ആസ്ബസ്റ്റോസ് ഫൈബർ ഇതിനകത്ത് ഉണ്ടായിരിക്കും. എന്നിട്ട് അതിനുശേഷം ഇതെന്തായിരിക്കും, നമുക്ക് നോർമലി കോറുഗേറ്റഡ് ആയിട്ട് കിട്ടും, അതായത് ഫുൾ ഇങ്ങനെ ആയിട്ട് കിട്ടും, സെമി കോറുഗേറ്റഡ് ആയിട്ട് കിട്ടും, പ്ലെയിൻ ഷീറ്റ്സ് ആയിട്ടും കിട്ടും. അപ്പൊ നമ്മളെ വെതറിന്റെ അനുസരിച്ചിട്ട് നമുക്ക് ഇത് കോറുഗേറ്റഡ് വേണോ, സെമി കോറുഗേറ്റഡ് വേണോ, അല്ലെങ്കിൽ പ്ലെയിൻ ഷീറ്റ്സ് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറുഗേഷൻസ് സ്ട്രെങ്ത് കൊടുക്കും, എളുപ്പത്തിൽ ഡ്രെയിനേജ്, വെള്ളം വീണ് കഴിഞ്ഞാൽ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ്, ഇലകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാലും എളുപ്പത്തിൽ അത് താഴേക്ക് വെള്ളത്തിന്റെ കൂടെ ഒഴുകി വരാനും ഈ കോറുഗേഷൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നോർമൽ നമ്മൾ ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊന്നും ആസ്ബസ്റ്റോസ് യൂസ് ചെയ്യുന്നില്ല. നോർമലി ഫാക്ടറീസ്, വർക്ക്ഷോപ്സ്, ഗരാജസ്, അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഇത് ചീപ്പാണ്, ടഫാണ്, ഡ്യൂറബിൾ ആണ്, വാട്ടർ ടൈറ്റ് ആണ്, റെസിസ്റ്റന്റ്, ലൈറ്റ് വെയിറ്റ്, ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആൻഡ് ലെസ് മെയിൻ്റനൻസ്. ഇതിനാകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ, ലോ തെർമൽ കണ്ടക്ടിവിറ്റി. ഇത് എന്താണ്, ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, നോട്ട് അട്രാക്റ്റീവ്. ഇത് നല്ലവണ്ണം ഉള്ളിൽ ഹീറ്റാക്കും. റൂഫിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് ഉള്ളിലേക്ക് കടന്നു വരും. അപ്പോൾ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഉള്ളിൽ നല്ല ചൂടായിരിക്കും. ഇതിന്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് ആണ്. നെക്സ്റ്റ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ്. ഇതും നിങ്ങൾ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇതിന് മറ്റേതിനേക്കാണി ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതലാണ്. അപ്പം ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന അയൺ, റോട്ട് അയൺ വെച്ചിട്ടാണ് ഈ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇതും കോറുഗേറ്റഡ് ആയിട്ടും സെമി കോറുഗേറ്റഡ് ആയിട്ടും പ്ലെയിൻ ഷീറ്റ്സും ആയിട്ടും അവൈലബിൾ ആണ്. പക്ഷെ എന്താണ്, ആസ്ബസ്റ്റോസ് ഷീറ്റൊക്കെ നമുക്കൊരു വലിയ തേങ്ങ ഒക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന് എന്ത് പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. സ്ട്രോങ്ങർ ആണ്, ബട്ട് കോസ്റ്റ്ലി ആണ്. നോർമലി ബസ് സ്റ്റേഷൻസ്, വെയർ ഹൗസിങ്, ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വീടുകൾ കവർ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നില്ല. മെയിൻ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേലെ വെള്ളമൊക്കെ വീഴുമ്പോൾ നല്ല സൗണ്ടൊക്കെ ആയിരിക്കും. അപ്പം പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്രീ ഫ്രം ക്രാക്കിംഗ് ആൻഡ് റാപ്പിംഗ് ആൻഡ് ബൾക്കിംഗ്. അപ്പം ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള ഈ സൗണ്ടും കോസ്റ്റും ആണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയാനുള്ളത്.
ഇത് തിന്നാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡിൽ ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്തൊന്നും പോവില്ല, കൊറോഷൻ ഇല്ല. പിന്നെ എന്താണ്, നോയ്സി ആയിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു. ലെസ് ഫയർ റെസിസ്റ്റന്റ് ആണ്, ലെസ് റെസിസ്റ്റൻസ് ടു ആസിഡ് ആൻഡ് ഫ്യൂംസ്, കോസ്റ്റ് ഈസ് മോർ. ഇത് 4 ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് അലൂമിനിയം ഷീറ്റ്സ്. ഇത് കാണാനും നല്ലതാണ്, ലൈറ്റ് വെയിറ്റും ആണ്, കോസ്റ്റും കുറവാണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, പിന്നെ നമുക്ക് റീസെയിൽ വാല്യൂ കൂടുതലാണ്. നമ്മൾ സ്ക്രാപ്പായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാലും ഇതിന് നല്ല പൈസ കിട്ടും. 0 മെയിൻ്റനൻസ് ആണ്, അപ്പം എക്കോ ഹെൽത്തി ആണ്. അപ്പോൾ ഇത് എല്ലാത്തിനും വേണ്ടിയിട്ട് ഷെഡ്സ്, ഇൻഡസ്ട്രി ബിൽഡിങ്, ടെമ്പററി കൺസ്ട്രക്ഷൻസ്, ഇതൊക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഷീറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് ഫൈബർ ഷീറ്റ്സ് ആണ്. ഫൈബർ ഷീറ്റ്സ് റസ്റ്റ് പ്രൂഫ് ആണ്, എളുപ്പത്തിൽ കട്ട് ചെയ്യാനൊക്കെ പറ്റും. മെയിൻലി ഈ ഫൈബർ ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല എസ്തെറ്റിക്കലി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ PVC ഷീറ്റും പോളികാർബോണിക് ഷീറ്റ്സും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ നല്ല കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വെതറിങ് ആക്ഷൻ വരും. ചൂടും തണുപ്പും, അതായത് മഴയും വെയിലും തട്ടിക്കൊണ്ടിരിക്കുമ്പം ഇത് കുറേ കാലം എന്ന് വെച്ചാൽ ഒരു 15 വർഷം 20 വർഷമൊക്കെ കഴിയുമ്പം ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് FRP ഷീറ്റ്സ് ആണ്. FRP ഷീറ്റ്സ് എന്ന് വെച്ചാൽ ഫൈബർ റെയിൻഫോഴ്സ്ഡ് പോളിമർ ഷീറ്റ്സ്. ഇത് ആർ മെയ്ഡ് വിത്ത് ഗ്ലാസ് ഓർ എനി അതർ സ്യൂട്ടബിൾ ഫൈബർ വിത്ത് റെസിൻ. രണ്ടിന്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫൈബർ ഗ്ലാസ് ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് കോമൺലി നമ്മൾ അറിയപ്പെടുന്നത്. അതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പേര്. അപ്പം ഒന്ന് UV പ്രൊട്ടക്റ്റഡ് ആണ്, റെസ്റ്റ് പ്രൂഫ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഹൈ ഡ്യൂറബിലിറ്റി ആണ്, ഡസ് നോട്ട് വാർപ്പ്, അതിന് ബൾക്കിംഗ് ഇങ്ങനെ വാർപ്പ് ചെയ്ത് പോകുന്നില്ല, ഹൈ തെർമൽ ഇൻസുലേഷൻ ആണ്, റെസിസ്റ്റ് കൊറോഷൻ. പക്ഷേ ഇതിനും എന്താണ്, റേറ്റ് കൂടുതലാണ്. അപ്പം ഇത്രയും പോസിറ്റീവ് കാര്യങ്ങളാണ് FRP ഷീറ്റ്സിന് ഉള്ളത്. പിന്നെ ഉള്ളത് നോർമൽ നമ്മളെ ടൈൽസ്, നമ്മളെ മാംഗ്ലൂർ ടൈൽസ് എന്ന് പറയുന്ന, മംഗലാപുരം ടൈൽസ് എന്ന് പറയുന്ന നോർമൽ നമ്മൾ മണ്ണിനെ കൊണ്ടുണ്ടാക്കുന്ന ഓടുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് റീയൂസ് ചെയ്യാം, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും, ഉള്ളിൽ നമുക്ക് കൂടുതലായിട്ട് ടെമ്പറേച്ചറിനെ എല്ലാം മണ്ണിൻ്റെ എല്ലാ നല്ല ക്യാരക്ടറിസ്റ്റിക്സും ഈ ഓടുകൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളിലെ റൂം ടെമ്പറേച്ചർ ഇത് കൂട്ടില്ല, അതുകൊണ്ട് തന്നെ ഉള്ളിലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് ഉണ്ടായിരിക്കും. ആകെ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ വലിയ വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വന്ന് വീണ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യും എന്നുള്ളത് മാത്രമാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലത്തേ ഉള്ള ഓടുകൾ ഇപ്പോഴും റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് പഴയ വീടുകൾ പൊളിച്ചു മാറ്റുമ്പോൾ കിട്ടുന്ന ഓടുകൾ തന്നെ ഇപ്പം പുതിയതായിട്ട് അത് പെയിന്റ് ഒക്കെ ചെയ്ത് പിന്നെയും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത്രയും എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ളതാണ് ഈ പറയുന്ന മഡ് ടൈൽസ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് റൂഫിംഗ് മെറ്റീരിയൽസ്. നമുക്ക് ഏത് കണ്ടീഷനിലാണോ നമ്മൾ വീടെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്, ഇൻഡസ്ട്രി പണിയുന്നത്, ആ പറയുന്ന പെർട്ടിക്കുലർ ഏരിയൻ്റെ ക്ലൈമറ്റിനനുസരിച്ചിട്ട്, അതിൻ്റെ കാര്യങ്ങൾക്കനുസരിച്ചിട്ടുമാണ് നമ്മൾ റൂഫിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമ്മൾ നോക്കണം. ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെയിനി ആയിട്ടുള്ള ഒരു സ്ഥലത്തെ ഇൻഡസ്ട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലാറ്റ് റൂഫിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, വാട്ടറിൻ്റെ ഡ്രെയിനേജ് കൃത്യമായിട്ട് നടക്കില്ല, അപ്പോൾ എളുപ്പം ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫ്സ് യൂസ് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള റൂഫിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കും. അതേപോലെ സ്ലോപ്പ് ഓഫ് ദ റൂഫ്, നല്ല വിന്റർ വരുന്ന സ്ഥലമാണെങ്കിൽ, മഞ്ഞ് വീഴുന്ന സ്ഥലമാണെങ്കിൽ അവിടെ കൊടുക്കുന്ന റൂഫ് എപ്പോഴും നല്ല സ്ലോപ്പിലായിരിക്കും. അതെന്തിനാണ്, അതിൻ്റെ മുകളിൽ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ, സ്നോ വീണ് കഴിഞ്ഞാൽ അത് എളുപ്പം താഴേക്ക് ഊർന്നു പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവിടെ നല്ല സ്ലോപ്പ് കൊടുക്കുന്നത്. അപ്പം നേച്ചർ ഓഫ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ദ റൂഫ് ഡെക്ക്, നമ്മൾ റൂഫിൻ്റെ മെറ്റീരിയൽ എന്താണോ കൊടുത്തത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, സപ്പോർട്ട്, അതിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അതിൻ്റെ റൂഫിംഗ് മെറ്റീരിയൽ എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഒരു ഓഫീസ് ബിൽഡിംഗ് ആയിരിക്കുമ്പം അതിനനുസരിച്ചിട്ടുള്ള റൂഫ് മെറ്റീരിയൽസ് നമ്മൾ നോക്കുക.
അതേസമയം ഒരു വീടാകുമ്പോൾ നമ്മൾ എസ്തെറ്റിക്കലി കുറച്ചുകൂടി നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് റൂഫിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുക. പിന്നെയുള്ളത് ഓഫ് കോഴ്സ് ഇനീഷ്യൽ കോസ്റ്റ്, ദെൻ മെയിൻ്റനൻസ് കോസ്റ്റ്, ഡ്യൂറബിലിറ്റി, റെസിസ്റ്റൻസ് ടു ഫയർ, ഹീറ്റ് ഇൻസുലേഷൻ, വെയിറ്റ് ഓഫ് ദ റൂഫിംഗ് മെറ്റീരിയൽ. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള റൂഫിംഗ് മെറ്റീരിയൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. പിന്നെയുള്ളത് അപ്പിയറൻസ്. ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഏത് റൂഫിംഗ് മെറ്റീരിയലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഇത്രയാണ് റൂഫിംഗ് മെറ്റീരിയൽസിനെ പറ്റിയും അതേപോലെ ഫ്ലോറിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.